മഹാനായ ശൈഖുന മൂര്യാട് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകനും മൂര്യാട് ഉസ്താദിന്റെ ഖലീഫയും ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നമുക്കൊക്കെ പലപ്പോഴും ബോധ്യപ്പെട്ട മഹാനായ ശൈഖുന സ്വാലിഹ് ഉസ്താദ് അവറുകൾ ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നാം ഇവിടെ കാത്തിരിക്കുന്നത്. ഉസ്താദ് അവറുകൾ 11 മണിക്ക് തന്നെ നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. പള്ളിയിൽ വിശ്രമിക്കുന്നുണ്ട്. കൃത്യം 11:30 മണിക്ക് ഉസ്താദ് അവറുകൾ ഈ സ്റ്റേജിലേക്ക് കയറി വരും. അതുവരെ ഒരു അല്പസമയം നമുക്കിവിടെ നമ്മുടെ സഹചാരിയുമായി ബന്ധപ്പെട്ട്, പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട്, മടക്കയാത്രയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇങ്ങനെയൊരു സഹചാരിയുടെ റമദാൻ പ്രഭാഷണം ഈ വർഷം എവിടെ സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ ആലോചന നടത്തിയപ്പോഴാണ് നമ്മുടെ സ്വാലിഹ് ആയിപ്പുഴ നമ്മുടെ ആയിപ്പുഴയിൽ വെച്ച് നമുക്ക് നടത്താമെന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കൂർ മേഖലയുമായി ബന്ധപ്പെടുകയും അങ്ങനെ ആയിപ്പുഴയിൽ ഈ ഒരു പരിപാടി നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, സാധാരണഗതിയിൽ നമ്മുടെ എവിടെ പരിപാടി നടത്തിയാലും അവിടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാര്, പ്രവർത്തകർ നിരന്തരം ബന്ധപ്പെടുകയും നിരന്തരം അവിടെ പോവുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരാറുണ്ട്. പക്ഷെ ആയിപ്പുഴയെ സംബന്ധിച്ചിടത്തോളം SKSSFന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ റമദാൻ പ്രഭാഷണം ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോ ഈ ജില്ലയുടെ നേതൃത്വം കൂടുതലൊന്നും പങ്കെടുക്കാൻ അല്ലെങ്കിൽ കൂടുതലൊന്നും വരേണ്ടി വരാത്ത വിധം വളരെ ആത്മാർത്ഥതയോടുകൂടി ആയിപ്പുഴയുടെ SKSSFന്റെ പ്രവർത്തകർ, അതുപോലെ ഈ ഒരു റമദാൻ പ്രഭാഷണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തയ്യാറാക്കപ്പെട്ട സ്വാഗത സംഘ കമ്മിറ്റി ഭാരവാഹികൾ മാഷാ അല്ലാഹ് മനസ്സറിഞ്ഞ് അകമറിഞ്ഞ് ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാഗത സംഘ കമ്മിറ്റി ഭാരവാഹികൾ മാഷാ അല്ലാഹ് ഒരു കടവും വരാത്ത വിധം എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായിട്ടും പ്രചരണമായിട്ടും എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥമായി അവർ ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SKSSFന്റെ ആയിപ്പുഴയിലെ എന്റെ കൂട്ടുകാരായ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, എന്റെ സഹപ്രവർത്തകർ, നിങ്ങളെ ഒരിക്കലും ഓർമ്മിക്കാതിരിക്കാനും പ്രാർത്ഥനയിൽ മറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനും സാധ്യമല്ല. കാരണം അത്രമേൽ മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. അതോടൊപ്പം ഈ ആയിപ്പുഴയിലേക്ക് വരുന്ന നേരത്ത് ആ പള്ളിയുടെ നേരെ എതിർവശത്ത് മനോഹരമായ ഒരു സഹചാരിയുടെ സെന്റർ ഉണ്ട്. ആയിപ്പുഴ ശാഖയുടെ പ്രവർത്തകർ കർമ്മനിരതരാണ്, കർമ്മസജ്ജരാണ്, കർമ്മകുശലരാണ്, കർമ്മോത്സകരാണ് എന്ന് വിളിച്ചോതുന്ന ഒരടയാളമാണ് ആ ആയിപ്പുഴയിലുള്ള സഹചാരി സെന്റർ. ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് അത്താണിയാവുകയാണ്, ഒരുപാട് സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസമാവുകയാണ്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആനന്ദമാവുകയാണ്. നമ്മുടെ SKSSFന്റെ ആയിപ്പുഴ ശാഖയിലെ സഹചാരി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തകരോട് ചോദിച്ചറിഞ്ഞപ്പോ നല്ലവരായ ഉമ്മമാർ, സഹോദരന്മാർ അവര് നൽകുന്ന സ്വതക്കകളാണ് ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോവാൻ ഈ പ്രവർത്തകരെ പ്രചോദിപ്പിക്കുന്നത് എന്ന് പ്രവർത്തകരുമായിട്ടുള്ള സംസാരത്തിനിടയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിപ്പുഴയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി SKSSFന്റെ കണ്ണൂർ ജില്ലയുടെ പ്രോഗ്രാമുകളിൽ പ്രത്യേകമായി ദുആയിൽ ഓർമ്മിക്കും. ഇന്ന് ശൈഖുന ഉസ്താദ് അവറുകളോട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ സഹചാരി സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നു എന്നറിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവേ, ഒരു ഡയാലിസിസിന് വിധേയമാക്കപ്പെടേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ടോ എല്ലാ ശാരീരികമായ വിഷമതകളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടുകാരെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഓരോരുത്തരും ഈ സഹചാരിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ പ്രവർത്തകരുമായി, ഈ സ്വാഗത
സംഘ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിക്കുന്നതിനിടയിൽ അവർ മുന്നോട്ട് വെച്ച ഒരു ആശങ്കയുണ്ട്. അഥവാ കോടിക്കണക്കിന് രൂപയുടെ സഹചാരിയുടെ പ്രവർത്തനങ്ങളാണ് SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കോടികൾ ഈ ആയിപ്പുഴയുടെ മണ്ണിൽ നിന്ന് കിട്ടുമോ എന്ന് പ്രിയപ്പെട്ടവരെ, ആയിപ്പുഴയുടെ മണ്ണിൽ നിന്ന് കോടികൾ വാരിയെടുക്കാൻ കഴിയുമെന്ന വ്യാമോഹത്താൽ ഉയർത്തപ്പെട്ടതല്ല ഈ പന്തല് എന്ന് നമ്മൾ തിരിച്ചറിയുക. മറിച്ച് ഇതൊരു തുടക്കമാണ്. കോടികൾ ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിയിട്ടോ കോടികളുടെ സഹായങ്ങൾ ചെയ്യാൻ പാവപ്പെട്ടവർക്കും മരുന്നായും ഡയാലിസിസായും അല്ലാതെയായും സ്വതക്കകൾ നൽകാനുള്ള ഒരു തുടക്കമാണ് ഈ പ്രവർത്തനം, ഈ ഒരുമിച്ചുകൂടലോ, ഈ പ്രാർത്ഥനാ സദസ് എന്നതാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ ശാഖയും 10ഉം 20ഉം 100ഉം ഡയാലിസുകളും മരുന്നുകളും ഏറ്റെടുത്തുകൊണ്ട് സഹചാരിയുടെ ഭാഗവാക്കാകാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങളാണ് SKSSF കണ്ണൂർ ജില്ലാ സഹചാരി നടത്തിയിട്ടുള്ളത്. അതിന് മുമ്പത്തുള്ള 2 വർഷം 2 കോടിയോളം രൂപയുടെ സഹചാരിയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഈ കോടികൾ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരിലെ സാധാരണക്കാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ നൽകുന്ന സ്വതക്കകൾ കൊണ്ട് മാത്രമാണ് ഇത്ര വലിയ പൈസയുടെ സഹായങ്ങൾ പ്രിയപ്പെട്ട പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെയ്തു വെക്കാൻ SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് സാധ്യമായത്. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ ജില്ലയുടെ നാനാമൂലകളിൽ നിന്ന് 17ഓളം വരുന്ന മേഖലകള്, 350ഓളം വരുന്ന ശാഖകള്, ആ ശാഖയിലുള്ള ഓരോ പ്രവർത്തകരും അവരൊക്കെ നൽകുന്ന സ്വതക്കയുടെ പിൻബലത്തിലാണ് SKSSF കണ്ണൂർ ജില്ലാ സഹചാരി കമ്മിറ്റി ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള ഒരു മുഅ്മിനായ മനുഷ്യന്റെ നേതൃത്വത്തിലോ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ നേതൃത്വത്തിലോ അങ്ങനെ ഒരു പ്രാർത്ഥനാ സദസ്സോ വിശുദ്ധമായ റമളാനിന്റെ പകലിൽ 100 കണക്കിന് വരുന്ന നോമ്പനുഷ്ഠിച്ച മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തിയിട്ടോ സംഘടിപ്പിക്കണമെന്ന് കരുതിയതിന്റെ പേരിലാണ് മാഷാ അല്ലാഹ് ഈ വർഷം ആയിപ്പുഴയുടെ മണ്ണിൽ SKSSFന്റെ റമളാൻ പ്രഭാഷണം, റമളാൻ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, ഇതിനു വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ നമ്മുടെ മഹാനായ ജലീൽ റഹ്മാൻ ഉസ്താദ് അവറുകള് വളരെ ഹൃദ്യമായ ഒരു പ്രഭാഷണം ഇവിടെ നടത്തി. കേട്ടവർക്ക് പൂതി തീരാത്ത പ്രഭാഷണം, പൂതി തീരാത്ത സമ്മേളനമെന്ന് സമസ്തയുടെ 100ാം വാർഷികത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു പൂതി തീരാത്തൊരു പ്രഭാഷണമായിരുന്നു ഇന്നലെ ഇവിടെ നടന്നത്. ഇന്ന് പ്രഭാഷണത്തിന്റെ സദസ്സല്ല, ദുആഇന്റെ സദസ്സാണെന്നറിയാം. പക്ഷെ ബറക്കത്തിനു വേണ്ടി ഒരേ ഒരു കാര്യം പറയാം. നമ്മൾ ഈ ചെയ്യുന്ന നന്മകളെല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയോ? നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരു ജാൺ മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന മഹ്ശറ വൻസഭയിൽ അല്ലാഹുവിന്റെ പൊരുത്തം നേടിയിട്ട്, അവിടെ അർശിന്റെ തണൽ ലഭ്യമായിട്ട്, അവിടെ സ്വർഗീയ വാതായനങ്ങളിലൂടെ സ്വർഗത്തിന്റെ സകലമാന സൗകുമാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് കടന്നു പോവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ SKSSFന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, സഹചാരിക്ക് വേണ്ടി സ്വതക്കകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വതക്കകൾ നീ കബൂലാക്കണേ അല്ലാഹുവേ. SKSSFന്റെ പ്രവർത്തകര് ഈ കണ്ണൂർ ജില്ലയുടെ മുക്കുമൂലകളിൽ സാധാരണക്കാരായ പ്രവർത്തകര് അവർ ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടോ ശാരീരികമായ ക്ഷീണം അനുഭവിച്ചുകൊണ്ട് പോലും ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ, അല്ലാഹുവേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലോ. അതുപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു മരണപ്പെട്ടു പോയവർ, അല്ലാഹുവേ, ഞങ്ങൾ ഈ ഓതിയതിന്റെ, ചൊല്ലിയതിന്റെ, പറഞ്ഞതിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലോ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി സാധ്യമാവണം, അല്ലാഹുവിന്റെ ഇഷ്ടം നേടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി കഴിയണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, മുഅ്മിനീങ്ങളുടെ സവിധത്തിൽ വെച്ചിട്ട് അല്ലാഹ് എന്ന പേര് പറയപ്പെട്ടു കഴിഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം പിടപിടക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഹൃദയം കിടുകിടാ വിറക്കുന്നതാണ്. ആ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണോ വേണ്ടത്, അല്ലാഹുവിനെ പേടിക്കുകയാണോ വേണ്ടത് എന്നൊരു പ്രസക്തമായ ചോദ്യമുണ്ടോ? ആ ചോദ്യത്തിന്റെ മറുപടിയിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ബൈനൽ ഖൗഫി വറജാ, പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണം മുസൽമാന്റെ ജീവിതമെന്നോ. ഏതാണ് ഈ പേടി, ഏതാണ് ഈ പ്രതീക്ഷ? വളരെ മനോഹരമായ ഒരു ഉദാഹരണ സഹിതം ഇസ്ലാമിന്റെ രണ്ടാമത്തെ റിപ്പബ്ലിക് നായകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടോ, ഉമർ റളിയല്ലാഹുവിന്റെ ഈ ഒരു ഉദാഹരണം കേൾക്കുമ്പോ എങ്ങനെയാണ് അല്ലാഹുവിനെ പേടിക്കേണ്ടതെന്നും എങ്ങനെയാണ് അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതെന്നും മനസ്സിലാക്കാൻ ഏതൊരു സാധാരണക്കാരനും സാധ്യമാകും. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ, എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ, ഒരാളെ മാത്രമേ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുകയുള്ളൂ എന്ന് പടച്ച റബ്ബ് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിച്ചവനും നിസ്കരിക്കാത്തവനും നോമ്പെടുത്തവനും നോമ്പെടുക്കാത്തവനും സ്വതക്ക ചെയ്തവനും സ്വതക്ക ചെയ്യാത്തവനും എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ അധികാരമുള്ളവനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹ്. ആ അല്ലാഹു എങ്ങാനും പരലോകത്ത് വെച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് പേടിയാകുന്നു, എനിക്ക് പേടിയാകുന്നു. കാരണം എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ നരകത്തിലേക്ക് പോകുന്ന ഒരാള് അത് ഞാനായി പോവോ? ഇതാണ് എന്റെ പേടി, ഇതാണ് എന്റെ റബ്ബിനെ കുറിച്ചുള്ള എന്റെ പേടി. ഇനി അതേ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ പരലോകത്ത് വെച്ച് പടച്ച റബ്ബ് പറയുകയാണ്, എല്ലാവരെയും ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പോവുകയാണ്. നിസ്കരിച്ചവനെന്നോ നിസ്കരിക്കാത്തവനെന്നോ താരതമ്യമില്ല, എല്ലാവരെയും കത്തിയാളുന്ന നരകത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണെന്ന് പടച്ച റബ്ബ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അധികാരമുള്ളവനാണ് റബ്ബുൽ ആലമീനായ അല്ലാഹ്. അങ്ങനെയെങ്ങാനും പടച്ച റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടോ, എനിക്കൊരു പ്രതീക്ഷയുണ്ടോ? എല്ലാവരും നരകത്തിലേക്ക് പോകുമ്പോ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാള് അത് ഞാനാണെങ്കിലോ, അത് ഞാനാണെങ്കിലോ, അതാണ് എനിക്കെന്റെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ഇരിക്കുന്ന സഹോദര സഹോദരിമാര് നമുക്കും റബ്ബിനെ കുറിച്ചുള്ള ചിന്ത അങ്ങനെ ആയിരിക്കണം. അനാ ഇൻദ ളന്നി അബ്ദി ബി ഫൽയളുന്ന ഖൈറം ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ഭാവിക്കുന്നതെങ്കിലോ, എന്താണോ എന്നെ കുറിച്ച് കരുതുന്നതെങ്കിലോ, അള്ളാഹുവിനെ കുറിച്ചൊരു അടിമയുടെ വിചാരപ്പെടലുകൾ എന്തൊക്കെയാണോ ഞാൻ അവന്റെ മുന്നിൽ അങ്ങനെ തന്നെയാകുമെന്ന് അല്ലാഹ്. അഥവാ നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന ചിന്തയോടെ ദുആ ചെയ്യണം. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു
കരുണയുള്ളവനാണ്. അല്ലാഹുവാണ് ഈ നൽകിയതെല്ലാം നൽകിയത്. കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും സംസാരിക്കാനുള്ള നാവും എല്ലാം നൽകിയവൻ അല്ലാഹുവാണ്. ഈ സുഖ സൗകര്യങ്ങൾ ഇത്രയും തന്നത് റബ്ബാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് അരയിൽ ഒരു ചരട് പോലും ഇല്ലാതെ ഭൂമുഖത്തേക്ക് പിറന്നു വീണവരാണ് നമ്മളെങ്കിലും ഇന്നീ കാണുന്ന സകലമാന സൗകര്യങ്ങളും തന്നതാരാണ്? അഖിലാണ്ട മണ്ഡലങ്ങളുടെ അധിപനായ ജല്ല ജലാലായ റബ്ബുൽ ആലമീനായ ആ അല്ലാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുക. അല്ലാഹുവിനെ കുറിച്ച് നല്ലതു മാത്രം ചിന്തിക്കുക. അല്ലാഹുവിനെ കുറിച്ചുള്ള നേരിയ നന്മയുടെ ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിലോ അതും മതിയാകും നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറയുന്നുണ്ടോ? എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ അയാൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്ത മനുഷ്യനാണ്. അയാൾ മരണാസന്നനായി കിടക്കുകയാണ്. എന്നിട്ടോ അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗം കൂടി നിൽക്കുന്ന മക്കളോട് പറയുകയാ, മക്കളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം നിങ്ങൾ കത്തിക്കണം, എന്നിട്ട് ആ വെണ്ണീര് കടലിൽ ഒഴുക്കി കളയണം. ഇത് പറയുകയും അയാൾ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അങ്ങനെ ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ആ മനുഷ്യന്റെ മയ്യത്ത് കത്തിക്കുകയാണ്, വെണ്ണീര് കടലിൽ ഒഴുക്കി കളയുകയാണ്. ഈ മനുഷ്യനെ നാളെ പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുമ്പോ ആ മനുഷ്യനോട് ചോദിക്കുമ്പോലും നീ എന്തിനാണടാ അങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാണടാ എന്നവനോട് ചോദിക്കുന്ന നേരത്തോ അവൻ റബ്ബിനോട് മറുപടി പറയുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, നിന്നെ പേടിച്ചിട്ടാണല്ലോ, നിന്നെ പേടിച്ചിട്ടാണല്ലോ, നിന്നെ പേടിയാണല്ലോ. കാരണം ജീവിതത്തിൽ ഞാനൊരു നന്മ പോലും ചെയ്തിട്ടില്ല. ഞാൻ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു വഴിത്താരയിലൂടെയും സഞ്ചരിച്ചിട്ടില്ല. എന്റെ കാര്യം എനിക്കറിയാം, ഞാൻ നരകത്തിലേക്ക് പോകേണ്ടവനാണ്. പക്ഷേ ആ മരണാസന്നനായി കിടക്കുന്ന വേളയിൽ അല്ലാഹുവേ, എനിക്ക് നിന്നെ കുറിച്ച് പേടി വന്നു. അതേ, നീ എങ്ങാനും എന്റെ റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നാളെ എങ്ങാനും എന്നെ പരലോകത്ത് വിചാരണക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ തീരുമാനമാണ്. ആ ഒരു കാര്യം പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ കത്തിക്കാൻ വേണ്ടി പറഞ്ഞതോ, വെണ്ണീര് കടലിൽ ഒഴുക്കി കളയാൻ വേണ്ടി പറഞ്ഞതോ. കാരണം അങ്ങനെ ചെയ്താൽ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലോ എന്നാലോചിച്ചു കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ആ പരലോകത്ത് വെച്ച് പടച്ച റബ്ബ് മാലാഖമാരോട് പറയുകയാണ്. ഇവന് സ്വർഗം കൊടുക്കോ, ഇവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിരിക്കുന്നു. എന്തേ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണം? ആ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലോ അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു പേടി മനസ്സിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുത്തതോ. അത്രമേൽ കാരുണ്യവാനാണ്, അത്രമേൽ കരുണക്കടലാ റബ്ബുൽ ആലമീനായ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനയുടെ സദസ്സാണ്. പടച്ചുറപ്പിനോട് ദുആ ചെയ്യുമ്പോൾ നിരാശപ്പെടണ്ട. വലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടണ്ട. ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. ഇവിടെ നിന്ന് മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ ദുആ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ആമീൻ പറയുകയാണ് ചെയ്യുന്നത്. ആമീൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. ദുആ ചെയ്യുന്നവന് കിട്ടുന്ന അതേ പ്രതിഫലം തന്നെയാണ് ആമീൻ പറയുന്നവനും ലഭ്യമാവുക എന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടോ. നമ്മുടെ ഒരു ആമീനും വെറുതെയാവില്ല, നമ്മുടെ ഒരു ദുആയും വെറുതെയാവില്ല. ചില ഉമ്മമാരൊക്കെ പരാതി പറയലുണ്ടല്ലോ, ഞാൻ ഒരുപാട് മജ്ലിസ് നൂറിൽ പങ്കെടുക്കുന്നവളാ, ഞാൻ സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കുന്നവളാ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ, ഞാൻ ഒരുപാട് ദുആ
ചെയ്യുന്നവളാ, എന്നിട്ടും എന്റെ മുട്ടുവേദന മാറാത്തതോ, എന്നിട്ടും എന്റെ നടുവേദന മാറാത്തതോ, എന്നിട്ടും എന്റെ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ സാധ്യമാവാത്തതോ. വിഷമം പറയാറുണ്ട്, പരാതി പറയാറുണ്ടോ? പരാതി പറയല്ല ഉമ്മ, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ? ആ ദുആ 3 വിധത്തിലാണ് റബ്ബ് സ്വീകരിക്കുന്നത്. ഒന്ന്, എന്താണോ നീ ദുആ ചെയ്തതെങ്കിലോ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അത് നിനക്ക് അല്ലാഹു നൽകുന്നതാണ്. ആരോഗ്യം ചോദിക്കുമ്പോൾ ആരോഗ്യം തരികയാണ്, ജോലി ചോദിക്കുമ്പോൾ ജോലി തരികയാണ്, വീട് ചോദിക്കുമ്പോൾ വീട് തരികയാണ്, മക്കളെ ചോദിക്കുമ്പോൾ മക്കളെ തരികയാണ്. നീ ചോദിക്കുന്നതെല്ലാം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നൽകുകയാണ്. ഇനി രണ്ടാമത്തെ ഉത്തരം തരലെങ്ങനെയാണെന്നറിയോ? ചോദിച്ചത് തരൂല്ല, പകരം പാപങ്ങൾ പുറത്തു തരികയാണ്. പടച്ചറപ്പിന് പൊരുത്തമില്ലാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? കാണാൻ പാടില്ലാത്തത് കണ്ടുപോയിട്ടുണ്ടോ? കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുപോയിട്ടുണ്ടോ? പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ടോ? പരിശുദ്ധമായ റമദാനിൽ നോമ്പുകാരനായ പകലിൽ പോലും ഹറാമുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? ഈ റമദാനിന്റെ പകലിൽ സമയം കളയാൻ ടൈം പാസിന് വേണ്ടി നാം ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ്. അതിൽ കുഞ്ഞു സ്ക്രീനിലൂടെ കണ്ണും നട്ടിരിക്കുന്ന നേരത്തോ, സ്ക്രോൾ ചെയ്ത് പോയി കൊണ്ടിരിക്കുന്ന നേരത്തോ ഒരുപാട് ഷോർട്ട് വീഡിയോകൾ നമ്മുടെ കൺമുന്നിലൂടെ മിന്നിമറയുകയാ. കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും വന്നു പോയി കൊണ്ടിരിക്കുകയാണ്. നോമ്പുകാരനായിരുന്നിട്ട് പോലും കണ്ണുകൊണ്ട് ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥാവിശേഷമുണ്ടോ? പ്രിയമുള്ളവരെ, ദുആ ചെയ്യുമ്പോ, ആമീൻ പറയുമ്പോ, ഈ ദുആഇന്റെ ഉത്തരമായി പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ടോ? അല്ലാഹു മാപ്പ് തരുന്നുണ്ടോ? ഇത് പ്രഭാഷണത്തിന് മൂടി കൂട്ടാൻ വേണ്ടി പറയുന്ന വാചക കസറുത്തുകളല്ല. ഇത് പറഞ്ഞു തന്നത് ആരാണ്? കളവ് പറയാത്ത, പൊളിവാക്കു പറയാത്ത, പുലഭ്യം പറയാത്ത ലോകത്തിന്റെ മുത്ത്, മുസ്ലിമീങ്ങളുടെ സ്വത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞു തന്നതോ? ചോദിച്ചത് റബ്ബ് തരുമെന്നോ, അതല്ലെങ്കിൽ പാപങ്ങൾ പുറത്തു തരുമെന്നോ, അതുമല്ലെങ്കിലോ നീ ദുആ ചെയ്തതിന്റെ ഉത്തരം ദുനിയാവിൽ നിന്ന് നിനക്ക് ലഭ്യമായിട്ടില്ല എങ്കിലോ അത് നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു. ഇത് ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, ഈ ദുനിയാവിൽ നിന്ന് ചോദിച്ചിട്ട് പരലോകത്ത് മാറ്റിവെച്ചിട്ട് എന്ത് കാര്യമാണ്? ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടത് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടണ്ടേ എന്നോ? ഏതായി ദുനിയാവ്? ഒന്ന് കണ്ണുകൂട്ടി തുറക്കുന്നതിന്റെ മുമ്പ് അവസാനിക്കുന്ന ദുനിയാവ്. എത്രമേൽ കഷ്ടനഷ്ട യാതന വേദനകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും ഒരു മരണം സംഭവിക്കലോടെ സകല വിഷമങ്ങളും തീർന്നു പോകുന്ന ദുനിയാവ്. അത്രമേൽ ക്ഷണികമായ നശ്വരമായ ഈ ദുനിയാവിൽ നിന്നല്ല ചില ദുആഇന് ഉത്തരം നൽകുന്നതോ നാളെ പരലോകത്താണ്. കോടാനു 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 കോടി വർഷങ്ങൾ അതെത്രയാണെന്ന് പറയാൻ നമ്മളെ കൊണ്ടാവില്ല. അത്രമേൽ അനന്തമായ കാലം ഒരുപക്ഷെ നരകത്തിലേക്ക് കിടക്കേണ്ട മനുഷ്യനാവാം. പക്ഷെ ഈ ദുനിയാവിൽ വെച്ച് അവൻ ദുആ ചെയ്തതിന് ഉത്തരം കിട്ടാത്തതിന് കാരണമായി ആ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയുടെ പ്രതിഫലം പരലോകത്ത് നിന്ന് ലഭ്യമാവുകയാണ്. വിചാരണക്ക് ശേഷം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവനാണ്. പക്ഷേ പടച്ച റബ്ബ് പരലോകത്ത് വെച്ച് പറയുകയാണ്, ദുനിയാവിൽ വെച്ച് ഇവൻ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥനാ സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് ദുആക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദുനിയാവിൽ വെച്ച് ഞാൻ ഉത്തരം നൽകിയിട്ടില്ല. അത് പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മാറ്റിവെച്ച പ്രാർത്ഥനയുടെ ഫലമിതാ നൽകുന്നു എന്ന് പറഞ്ഞിട്ടു ആ നരകത്തിലേക്ക് പോകേണ്ട മനുഷ്യൻ അവിടെ വെച്ച് പ്രതിഫലം നൽകുമ്പോ അവനതാ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമയത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ടും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതോ, ഒരു കാതുകൊണ്ടും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തതോ, ഒരു മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളിലൂടെയും ഇന്നേ വരെ കടന്നു വന്നിട്ടില്ലാത്ത അത്രമേൽ സൗകുമാര്യങ്ങളുടെ, സന്തോഷങ്ങളുടെ, ആനന്ദത്തിന്റെ ആന്തോളനങ്ങളാണ് നാളെ സ്വർഗലോകത്തേക്ക് സൃഷ്ടിക്കപ്പെടുന്നതോ.
ആ സ്വർഗത്തിന്റെ വാതിലുകളാ തുറക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനാണ്? പാതിരാവിന്റെ പാതിവേളയിൽ മരം കോച്ചുന്ന തണുപ്പിനെ പോലും വകവെക്കാതെ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അത് പടച്ച റബ്ബിന്റെ സ്വർഗത്തിനു വേണ്ടിയാണെങ്കിലും ഈ ദുആയിൽ പങ്കെടുത്തിട്ട് ആമീൻ പറഞ്ഞത് കാരണമായി ആ സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുമ്പോ അതിനോളം വലിയ പ്രതിഫലം വേറെ എന്താ? അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്, നമ്മളൊക്കെ കാത്തിരിക്കുന്ന മഹാനായ ശൈഖുന സ്വാലിഹ് ഫൈസി ഉസ്താദ് അവറുകൾ അഥവാ മഹാനായ ശൈഖുന മൂരിയാട് ഉസ്താദ് അവറുകളുടെ പ്രിയപ്പെട്ട മകൻ അല്ലാഹുവേ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, മഹാനായ നമ്മുടെ ഉസ്താദ് അവറുകൾ നീ ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റമദാൻ പ്രഭാഷണത്തിന്റെ 2ാമത്തെ ദിവസമായ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സ്റ്റേജിലേക്ക് സദസ്സിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കുകയാണ്. മാഷാ അല്ലാഹ്, ഇന്നിവിടെ ഇനി ദുആ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. SKSSFന്റെ ഓരോ ശാഖകളിൽ നിന്നും ഡയാലിസുകളും മരുന്നും ഏറ്റെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ദുആ ചെയ്യും. ഒരുപാട് ആളുകൾ മാസത്തിൽ ഡയാലിസിന് വേണ്ടിയുള്ള തുക നൽകുന്നവരുണ്ടോ? ഒരു ഡയാലിസിന് 900 രൂപയാണ്. ഒരു മരുന്നിന് 500 രൂപയാണ്. എല്ലാ മാസത്തിലും 900 അല്ലെങ്കിൽ 500 ഏറ്റെടുത്തുകൊണ്ട് നൽകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ശാഖയിൽ നിന്ന് റമദാനിലും അല്ലാതെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അല്ലാതെയും ഈ സഹചാരിക്ക് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞിട്ടോ ശാഖയുടെ പ്രവർത്തകർ മുന്നോട്ട് വരുമ്പോ അതൊക്കെ നല്ല മനസ്സോടെ ഏറ്റെടുത്ത് സഹായിക്കുന്ന വിവിധ ശാഖകളിലുള്ള നാട്ടുകാരായ ആളുകളുണ്ട്. അല്ലാഹുവേ, അതിൽ നാട്ടുകാരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്. എല്ലാവർക്കും നീ റഹ്മത്തും ബറക്കത്തും ചൊരിയണേ അല്ലാ. സഹചാരിയെ സഹായിക്കുന്നവരെ നീയും സഹായിക്കണേ അല്ലാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന SKSSFന്റെ കണ്ണൂർ ജില്ലയിലെ ഓരോ ശാഖയിലെയും നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ റമദാനിൽ തന്നെ ഓരോ ശാഖയിലും ഡയാലിസും മരുന്നിനും വേണ്ടിയുള്ള പിരിവ് ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തണം. 10ഉം അതിലേറെയും പിരിക്കാൻ വേണ്ടി ഓരോ ശാഖാ പ്രവർത്തകരും മുന്നോട്ട് വരണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നൽകുന്ന സ്വതക്കയുടെ പിൻബലത്തിലാണ് കോടികളുടെ സഹായ സഹകരണങ്ങൾ കണ്ണൂർ ജില്ലാ സഹചാരിയിലൂടെ ചെയ്യാൻ വേണ്ടി സാധ്യമാകുന്നത്. അല്ലാഹുവേ, സഹായിക്കുന്നവരെ നീയും സഹായിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളോ വളരെ ഭീതിയിലാണ്, അല്ലെങ്കിൽ പ്രയാസത്തിലാണ്. കാരണം നമ്മൾ വാട്സപ്പിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും കേൾക്കുന്നതോ യുദ്ധത്തിന്റെ വാർത്തകളാണ്. അല്ലാഹുവേ, എല്ലാ യുദ്ധക്കെടുതികളിൽ നിന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളെ നീ സംരക്ഷിക്കണേ അല്ലാ. നീ കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ നാടിന്റെ നട്ടെല്ലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികൾ. അവർക്കൊരു പ്രയാസവും നീ വരുത്തല്ല അല്ലാ. അവര് ജോലി ചെയ്യുന്ന പലവിധ രാജ്യങ്ങൾ അല്ലാഹുവേ, എല്ലാ രാജ്യങ്ങളിലും നീ സമാധാനം നൽകണേ അല്ലാ. ലോകത്ത് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, യുദ്ധ കൊതിയന്മാരുടെ മനസ്സ് നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, യുദ്ധക്കെടുതികളിൽ നിന്ന് ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളെയും അവര് ജോലി ചെയ്യുന്ന നാടിനെയും അവരുടെ സ്ഥാപനങ്ങളെയും അല്ലാഹുവേ നീ സംരക്ഷിക്കണേ അല്ലാ. നീ കാവല്
നൽകണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഈ കഴിഞ്ഞ ഇന്ന് മരണപ്പെട്ടുപോയ വയനാടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് അവറുകൾ ഒരു കാലത്തോ വലിയ പ്രഭാഷകനായിരുന്നു. എല്ലാ മഹല്ലുകളിലും ദീനീ വിജ്ഞാനം വിതരണം ചെയ്ത മനോഹരമായൊരു പ്രഭാഷണത്തിന്റെ ഉടമയായിരുന്നു വയനാട് ഉസ്താദ് അഥവാ വയനാട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹം ഇന്ന് മരണപ്പെട്ട വിവരമാണ് നമ്മൾ അറിഞ്ഞത്. അല്ലാഹുവേ ആ ഉസ്താദിന്റെ ഖബർ നീ സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ അല്ലാ. ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അതുപോലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ചക്കരക്കൽ കുളം ബസാറിലുള്ള എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അസൂട്ടിക്ക എന്ന് പറയുന്ന ഞങ്ങളെ സഹോദരൻ, അല്ലാഹുവേ ഇന്ന് അദ്ദേഹം 6 അടി മണ്ണിലാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉസ്താദുമാരോടൊക്കെ ആത്മാർത്ഥതയോടെ അതിരറ്റ സ്നേഹം കാണിച്ചവരാണ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് പകരമായി ആ അസൂട്ടിക്കയുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കി മാറ്റണേ അല്ലാ. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ എല്ലാ നിലയിലും ഒത്താശ ചെയ്തു തന്ന ഈ ആയിപ്പോയ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അല്ലാഹുവേ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആയിപ്പുഴയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട SKSSFന്റെ പ്രിയങ്കരായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അല്ലാഹു അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവർ പഠിക്കുന്നവരാണെങ്കിൽ പഠനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഇനിയും ഉത്തരോത്തരം SKSSFന്റെ പതാകയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തന പദത്തിൽ കർമ്മനിരതരാവാൻ ഈ പ്രിയപ്പെട്ട പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അതുപോലെ സ്വാഗത സംഘ കമ്മിറ്റി ഭാരവാഹികളോ ഒരു 5 രൂപ പോലും ലാഭം പ്രതീക്ഷിക്കാതെ സഹചാരിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ് റബ്ബേ. അവരുടെ ജോലിയിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ സമ്പാദ്യത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും ഉസ്താദ് അവർകൾ ദുആ ചെയ്യും. ഈ സദസ്സിലിരിക്കുന്ന സാധ്യമാകുന്നവരൊക്കെ ഒരു ഡയാലിസ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഡയാലിസ് ഏറ്റെടുക്കണം. മരുന്ന് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ മരുന്ന് ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് ശൈഖുനാ ഉസ്താദ് അവർകൾ അത് നമ്മളോട് പറയും, ആവശ്യപ്പെടും. ആ നേരത്തെ ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.